കുറച്ച് ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ് ഐഡിയാസ് ഉണ്ടല്ലോ. സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ ബാക്ക് ടു സ്കൂൾ ക്രാഫ്റ്റ് ചെയ്യുന്നത്. ആദ്യം തന്നെ നമുക്ക് കാറ്റസ് തീമിലുള്ള ഒരു കവായി പെൻ ഹോൾഡർ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു ഗ്രീൻ കളറുള്ള ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് കാറ്റസ് ഒന്ന് വരച്ചെടുക്കണം. രണ്ടെണ്ണമാണ് കേട്ടോ. അപ്പോൾ ഫോം ഷീറ്റ് ഇല്ലാത്തവരെ കട്ടിയുള്ള പേപ്പർ എടുത്തിട്ട് അതിൽ വരച്ച് കളർ ചെയ്തെടുത്താൽ മതി. ഇത് തന്നെ വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും നല്ല ക്യൂട്ട് ഐറ്റംസ് വരച്ചെടുത്താൽ മതി. പിന്നെ ലൈക്ക് ചെയ്യാൻ മറന്നവരുണ്ട്, വേഗം ലൈക്ക് ചെയ്യണേ. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഞാൻ ഇതിൻ്റെ കൂടെ പോട്ട് കൂടി വരച്ച് എല്ലാം കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാം സെപ്പറേറ്റ് ആയിട്ട് ചെയ്തെടുത്തത് കൊണ്ട് തന്നെ കട്ടിയുള്ള ഒരു പേപ്പറിലേക്ക് ഇതൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഷേപ്പിലുള്ള 2 ഐവറി ഷീറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ കാറ്റസ് ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് ഒരു ബോക്സ് ആണ്. അപ്പോൾ ഞാൻ നമ്മുടെ ടൂത്ത് പേസ്റ്റിൻ്റെ ഒരു ബോക്സ് കട്ട് ചെയ്തെടുത്ത് പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ട സൈസിലുള്ള ബോക്സ് സെലക്ട് ചെയ്യണം കേട്ടോ. എന്നിട്ട് ബോക്സിന്റെ സൈസിൽ വേണം നമ്മൾ പിക്ചർ വരച്ചെടുക്കാൻ. ഇനി നമ്മുടെ ഈ ഒരു ബോക്സിന്റെ 2 സൈഡിലായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കാറ്റസ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതാണ് ഇതിന്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അറ്റ് എ ടൈം ഡെസ്ക് ഡെക്കറായിട്ട് അതേപോലെ ഓർഗനൈസർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി സാധനമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടുത്തത് ക്യൂട്ട് ആയിട്ടുള്ള ഒരു പെൻസിൽ കേസാണ്. റോൾ ചെയ്തെടുക്കാൻ പറ്റുന്ന പെൻസിൽ കേസാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഷോപ്പിംഗ് ബാഗ് വെച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. ഇതൊക്കെ മിക്ക ആൾക്കാരുടെ കയ്യിൽ ഉണ്ടാവും. ഇല്ലാത്തവർ എന്ത് ചെയ്യുക, ഫെൽ ഷീറ്റോ എന്തെങ്കിലും ക്ലോത്ത് ഒക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. നിങ്ങൾക്ക് വേണ്ട സൈസിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതേപോലെ 1.2 സെന്റിമീറ്റർ അല്ലെങ്കിൽ 1.3 സെന്റിമീറ്റർ ഉള്ള ലൈൻസ് 1 സെന്റിമീറ്റർ ഗ്യാപ്പിൽ ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഇതേപോലെയാണ് കേട്ടോ വരക്കേണ്ടത്. അതേപോലെ കുറച്ച് സ്പേസ് വിട്ട് കുറച്ച് താഴെയായിട്ട് ഒരു സെറ്റ് കൂടി വരച്ചെടുക്കണം. ഇനി നമ്മൾ വരച്ച ഓരോ ലൈൻസും നമ്മൾ എന്ത് ചെയ്യണം, കട്ടർ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ചെറിയ ചെറിയ കട്ട് കൊടുക്കണം. ആ ലൈൻസിലൊക്കെ ചെറിയ ചെറിയ കട്ട് കൊടുക്കാം. ശേഷം നമ്മൾ അതിലേക്ക് ആ ഒരു കട്ടിലൂടെ നമ്മളെ പെൻസിൽ ഇതേപോലെ ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. പെൻസിൽ വെക്കാം, പെന്ന് വെക്കാം, മാർക്കർ വെക്കാം, അതല്ലെങ്കിൽ പെയിന്റിങ് ബ്രഷ് വെക്കാം. ഞാനിതിൽ 12 സ്ലോട്ടാണ് ചെയ്തത്. അപ്പോൾ ഇതിൽ 12 പെൻസിൽ വെക്കുന്നുണ്ട്. ബാക്ക് സൈഡ് കാണാൻ ഇങ്ങനെയാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇനി ഇതിങ്ങനെ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ട് റിബൺ അല്ലെങ്കിൽ ത്രെഡ് വെച്ചിട്ടൊന്ന് കെട്ടിക്കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഈ ബാക്ക് സൈഡ് ഇങ്ങനെ കാണണ്ട, ഒന്ന് കവർ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഇതേ ലെങ്ത്തിലുള്ള ഒരു പീസ് കൂടി കട്ട് ചെയ്തെടുത്തിട്ട് ഇതിന്റെ ബാക്ക് സൈഡിലൊന്ന് ഒട്ടിച്ചെടുക്കുകയോ അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുകയോ ചെയ്താൽ മതി. അതേപോലെ റിബൺ അല്ലെങ്കിൽ ത്രെഡ് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇതാണ് ഇതിന്റെ ഫൈനൽ ലുക്ക്. അടിപൊളിയല്ലേ കാണാൻ? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയൽസ് വെച്ചിട്ട് ചെയ്യുക. അപ്പോൾ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തത് വരുന്നത് ഹലോ കിറ്റീൻ്റെ പൗച്ചാണ്. അപ്പോൾ ഞാനൊരു ഫെൽ ഷീറ്റ് എടുത്തിട്ട് 2 ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ നമ്മുടെ ഹലോ കിറ്റീൻ്റെ ഫേസ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ശേഷം അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം നിങ്ങളുടെ കയ്യിൽ ഫെൽ ഷീറ്റ് ഇല്ലെങ്കിൽ നേരത്തെ പോലത്തെ ബാഗ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. അതല്ലെങ്കിൽ ഫോം ഷീറ്റ് യൂസ് ചെയ്യാം. അതും അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലോത്തിൻ്റെ പീസൊക്കെ യൂസ് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടം. ഇനി ഇതിൽ നിന്ന് ചെറിയൊരു പീസ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ശേഷം ഒരു സിബ് എടുത്തിട്ട് അതിൽ ഇതേപോലെ ഗ്ലൂ ആക്കി കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു ചെറിയൊരു പീസ് ഇവിടെ ഒട്ടിച്ചു കൊടുക്കാം. താഴത്തെ സൈഡിൽ ഗ്ലൂ ആക്കിയിട്ട് ആ വലിയ പീസ് നമുക്ക് ഇതേപോലെ ഒന്ന് ചേർത്ത് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിക്കുന്നതിന് പകരം നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിന് കംപ്ലീറ്റ് ചുറ്റിലും ഇതേപോലെ ഗ്ലൂ ആക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇവിടെ ഞാൻ അതന്നെ പറയാണ്, ഒട്ടിക്കുന്നതിന് പകരം നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുവാണെങ്കിൽ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. സിബിൻ്റെ 2 സൈഡിലായിട്ട് ഞാൻ ചെറിയൊരു പീസ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അത് അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. സിബ് ഇളകി പോവാതിരിക്കാനൊക്കെ നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ 2 പീസ് 2 സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നമ്മളെ ഉള്ളിലുള്ള ഭാഗം പുറത്തേക്ക് വരുന്ന തരത്തിലൊന്ന് തിരിച്ചിടുക. അങ്ങനെ നമ്മുടെ ക്യൂട്ട് പൗച്ച് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് കുറച്ച് ഡെക്കറേഷൻ പരിപാടികളൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഫേസ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് നമ്മുടെ കയ്യിലുള്ള പെന്ന്, പെൻസില്, ഷാർപ്നർ അങ്ങനെയുള്ള സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ ഇട്ട് വെക്കാം. അതല്ലെങ്കിൽ മേക്കപ്പ് സെറ്റ് ഇട്ട് വെക്കാം. അതുമല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായി പോകുന്ന കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് അതൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയ അടിപൊളി ക്യൂട്ടായിട്ടുള്ള പൗച്ചാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് പോകാം. ലാസ്റ്റ് നമ്മൾ ചെയ്യുന്നത് നോട്ട്ബുക്ക് പെൻ ഹോൾഡർ ആണ്. അതിന് വേണ്ടിയിട്ട് പഴയ ഒരു ക്ലോത്ത് നിന്ന് 3 ചെറിയ പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ വലിയ പീസിന്റെ ലെങ്ത് വരുന്നത് 30 സെന്റിമീറ്ററും വിഡ്ത്ത് വരുന്നത് 7 സെന്റിമീറ്ററും ആണ്. ചെറിയ 2 പീസിന്റെയും സൈസ് സെയിം ആണ്. വിഡ്ത്ത് 7 സെന്റിമീറ്ററും
ലെങ്ത് 20 സെന്റിമീറ്റർ ആണ്. പിന്നെ എടുത്തത് ഒരു 30 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു ഇലാസ്റ്റിക് ബാൻഡ് ആണ്. ഈ ക്ലോത്തിന്റെ ഒക്കെ ബാക്ക് സൈഡിൽ ക്യാൻവാസ് പീസ് വെച്ചിട്ട് ഒന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. അതാണ് നിങ്ങൾ വൈറ്റ് കളറിൽ കാണുന്നത്. അങ്ങനെ ആവുമ്പോൾ നമുക്ക് കറക്റ്റ് സ്ട്രക്ചർ കിട്ടും. ഇനി ക്യാൻവാസ് പീസ് ഇല്ലെങ്കിൽ നിങ്ങൾ കട്ടിയുള്ള ക്ലോത്ത് എടുത്താൽ മതി. ഇനി ക്ലോത്തും ഇലാസ്റ്റിക് ബാൻഡും ഒക്കെ ഇതേപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷം ചെറിയൊരു ഗ്യാപ്പ് വിട്ടിട്ട് ചുറ്റും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പം മെഷീൻ ഉള്ളവർ അങ്ങനെ ചെയ്തെടുക്കുക. ഞാനിവിടെ നീഡിൽ യൂസ് ചെയ്തിട്ട് തുന്നിയെടുക്കുകയാണ് ചെയ്തത്. പഴയ നീഡിലായതുകൊണ്ട് കുറച്ചധികം ബുദ്ധിമുട്ടി. അങ്ങനെ ചുറ്റും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കോർണേഴ്സ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ വെച്ച ആ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ലേ, ആ ഗ്യാപ്പിൻ്റെ ഉള്ളിലൂടെ ഉള്ളിലെടുത്ത പീസൊക്കെ നമുക്ക് പുറത്തേക്ക് ഇടാം. എന്നിട്ട് ചുറ്റും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആള് റെഡി. ഇത് ജേണലൊക്കെ ചെയ്യുന്നവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. നമ്മുടെ നോട്ട്ബുക്കിൻ്റെ കൂടെയും ജേർണൽ ബുക്കിൻ്റെ കൂടെയൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെന്ന് മിസ്സായി പോകുന്ന ഇഷ്യൂസൊക്കെ ഒരുവിധം കുറഞ്ഞു കിട്ടും. പിന്നെ ഇത് അറ്റ് എ ടൈം പെൻ ഹോൾഡർ ആയിട്ടും അതേപോലെ തന്നെ നമുക്ക് ബുക്ക് മാർക്കായിട്ടൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്രാഫ്റ്റ്. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായത് ഏതാണെന്നോ അതേപോലെ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ക്രാഫ്റ്റ് ഉണ്ട് അത് ഏതൊക്കെയാണെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.